നഗറിൽ ഇന്നലത്തേതിന് സമാനമായി തന്നെയാണ് കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെയാണ്. ഇന്നലെ മാത്രമല്ല 3 രാത്രികളിലായി പാകിസ്ഥാൻ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം തക്കതായ മറുപടി പാകിസ്ഥാന് നൽകിയതാണ് ഇന്ത്യ. പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ച് ശക്തമായ മറുപടി കിട്ടിയ ശേഷമാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തൽ വേണം എന്ന ആവശ്യവുമായി മുട്ടുമടക്കിയെത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും ഇന്ത്യക്ക് നേരെ നടക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള ഈ ആവശ്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയല്ലേ? അമേരിക്ക ഇനി എന്ത് പറയുമെന്നതും പ്രധാനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അമേരിക്ക എന്ത് പറയും? ഡൊണാൾഡ് ട്രംപിന്റെ മുഖം നഷ്ടപ്പെടുന്ന കാഴ്ചയല്ലേ? അപ്പോൾ ഈ പറയുന്നത് അമേരിക്ക പറയുകയും ക്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് തങ്ങൾ ഇടപെട്ടു അല്ലെങ്കിൽ തങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുന്നില്ലെങ്കിൽ പോലും സാഹചര്യമൊരുക്കി എന്ന് പറയുന്നിടത്ത് എന്ത് മുന്നോട്ടുള്ള പോക്കാണ് സംഭവിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു തീർച്ചയായും പാകിസ്ഥാൻ ഒരു ട്രച്ചറസ് ഗെയിമാണ് പ്ലേ ചെയ്തത് എന്ന് കരുതാം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു അമേരിക്ക ഉൾപ്പെടെ ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങളിതാ വെടിനിർത്താൻ തയ്യാറാണ് എന്ന രീതിയിൽ അനൗപചാരികമായി ഇന്ത്യയോടും അമേരിക്കയോടും ഒക്കെ സംസാരിച്ച പാകിസ്ഥാൻ ഇതാണ് മനസ്സിലിരുന്നത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇന്ത്യ പെട്ടെന്ന് ആയുധം താഴെ വയ്ക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു മെല്ലപ്പോക്ക് നയം ഉണ്ടാക്കും. ആ ഒരു ആലസ്യത്തിലായിരിക്കും. ആ ആലസ്യത്തിന്റെ മറയിൽ തീവ്രമായ ആക്രമണം നടത്താം. ഇപ്പോൾ നടക്കുന്ന ആക്രമണം, ഈ നിമിഷം നടക്കുന്ന ആക്രമണത്തിന്റെ ഒരു രീതിശാസ്ത്രം നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു മേഖലയിലും അതുപോലെ പഞ്ചാബിന്റെ വിവിധ ഇടങ്ങളിലേക്കും രാജസ്ഥാനിലേക്കുമൊക്കെയാണ് ആക്രമണത്തിന്റെ കുന്തമുന തിരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിന്റെ എല്ലായിടത്തേക്കും ഉണ്ടെങ്കിൽ പോലും തീവ്രമായ ആക്രമണം നടക്കുന്നത് ശ്രീനഗറാണ്. മുസ്ലിം ഭൂരിപക്ഷ ശ്രീനഗറാണ്. ആദ്യ കുറച്ച് സമയം ഒരു 3 ദിവസത്തോളം ശ്രീനഗർ മേഖലയെ ഷീൽഡ് ചെയ്ത് വെച്ചു. അപ്പം ഇത് വ്യക്തമായ ചില സൂചനകളാണ്. ശ്രീനഗറിനെയും ജമ്മുവിനെയും വെവ്വേറെ കാണുക. ജമ്മു ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശമായ ജമ്മു മേഖലയിലേക്ക് ആക്രമണം തിരിച്ചു വയ്ക്കുമ്പോൾ കാശ്മീർ ഞങ്ങളുടെ സ്വന്തം ആളുകളാണ് എന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് കൊടുക്കാൻ ഒരു ശ്രമം നടത്തി. അതേസമയം തന്നെ പൂഞ്ചും രജൌരിയും ഒക്കെ തന്നെ ആ മേഖലയിലുള്ളതാണ്, കാശ്മീർ മേഖലയിലുള്ളതാണ്. അവിടെയെല്ലാം ഷെല്ലാക്രമണം തുടരുകയും ചെയ്യുന്നു. ഒരുതരം ഡിസ്റ്റോർഷൻ ഗെയിമാണ് പാകിസ്ഥാൻ കളിച്ചിരുന്നത്. ഇപ്പോഴത് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. ഇന്ത്യയെ ഒരു ബാക്ക് ഫുട്ടിലാക്കുക, ഇന്ത്യയെ ഒരു കോട്ട് അൺഅവെയർ എന്ന് പറയും, അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി. അപ്പോൾ ഇന്ത്യയുടെ സൈന്യം പക്ഷേ പ്രൊഫഷണൽ സൈന്യമാണ്. ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത് പോലെ തീർത്തും പ്രൊഫഷണലായ ഒരു സൈന്യമാണ്. ഈ പെട്ടെന്നൊരു വെടിനിർത്തൽ കരാർ എന്നത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വെടി നിർത്തി കട്ടയും പടവും മടക്കി ബാരക്കുകളിലേക്ക് മടങ്ങുന്ന ഒരു സൈന്യമല്ല ഇന്ത്യയുടേത്. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്ത് പാക് റേഞ്ചേഴ്സിനെ മാറ്റി അവിടെ റെഗുലർ പാകിസ്ഥാൻ ആർമിയുടെ വിന്യാസം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബോർഡർ ഒന്നാകെ, അതായത് ഗുജറാത്ത് ബോർഡറിലും രാജസ്ഥാൻ അതിർത്തിക്കപ്പുറത്തും പഞ്ചാബ് അതിർത്തിക്കപ്പുറവും കാശ്മീരിലും എല്ലാം തന്നെ സൈനിക ബിൽഡപ്പ്, പാകിസ്ഥാൻ കരസേനയുടെ ബിൽഡപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഈ അപകടം ഇന്ത്യയുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഒരുപക്ഷെ മണത്ത് കാണാം. അതുകൊണ്ട് നയതന്ത്രത്തിന്റെ ഭാഷ പറഞ്ഞുകൊണ്ട്, സമാധാനത്തിന്റെ ഭാഷ പറഞ്ഞുകൊണ്ട്, ഒലിവ് ലീഫ് വീശിക്കൊണ്ട്, ഒലിവ് ബ്രാഞ്ച് വീശിക്കൊണ്ട് ഇതാ ഞങ്ങള് സമാധാനത്തിലേക്ക് വരികയാണ്, വെടിനിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാലയിൽ പിടിച്ച് വെടിനിർത്തുകയാണ്. എന്നിട്ട് ആ കാലയിൽ തന്നെ വലിച്ച് താഴെയിടാനുള്ള ശ്രമമാണ്. നോക്കൂ, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചതാരെയാണ്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയല്ല, സൈനിക ജനറലിനെയാണ്. അമേരിക്ക വിളിച്ച് സൈനിക ജനറലിനോട് കർശനമായി പറഞ്ഞതനുസരിച്ചാണ് ആ സമയം ഒരു അമേരിക്കയെ ഉൾപ്പെടെ ഒരുപക്ഷെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്നാൽ ശരി സമാധാനമാകാം എന്ന രീതിയിൽ അസിം മുനീറിന്റെ ഭാഗത്ത് വന്ന ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള തീരുമാനം അത് ഇന്ത്യ അറിയിക്കുകയും അല്ലെ, ആ ഇന്ത്യ അറിയിച്ചതിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എസ്കലേഷൻ ഒരു പോളിസി അല്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്ന പ്രകോപനത്തെ ഇന്ത്യയുടെ സമാധാനമാണ് ആഗ്രഹിച്ചത്. അത് മാത്രമല്ല, ഇന്ത്യ വ്യക്തമായ ഒരു സന്ദേശം നൽകിയതിനു ശേഷം തന്നെയാണ് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അത് തുടരുകയാണെങ്കിൽ, ഭീകരത തുടരുകയാണെങ്കിൽ യുദ്ധമായിരിക്കും ഫലം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സമ്മതം മൂളിയത്. എന്തായാലും ഇപ്പോഴും പ്രകോപനപരമായി തന്നെയാണ് അതിർത്തിയിൽ കാര്യങ്ങൾ പോകുന്നത്. പാകിസ്ഥാൻ അടങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കശ്മീർ
കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുകയാണ്. പ്രത്യേകിച്ച് ശ്രീനഗറിൽ, കാർഗിലിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഫിറോസ്പൂരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വരികയാണ്. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ടാണ്. പത്താൻകോട്ട് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ്. മുൻപും ആക്രമണം ഉണ്ടായതാണ്, ഭീകരരുടെ ആക്രമണം ഉണ്ടായതാണ്. പത്താൻകോട്ടിൽ കഴിഞ്ഞ 2 ദിവസമായി സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ മഴയാണ് അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഇന്ത്യയുടെ സുശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുകയാണ് ഉണ്ടായത്. പക്ഷേ വീണ്ടും പത്താൻകോട്ടിലേക്ക് ആക്രമണം നടത്തുമോ എന്നുള്ളതാണ്. അതിനാലാണ് ബ്ലാക്ക് ഔട്ടാണ്. ഇപ്പോൾ കർശനമായ ജാഗ്രതയാണ് ഉള്ളത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. അത് ശ്രീനഗറിൽ പല ഡ്രോണുകളെയും താഴെയിട്ട് കഴിഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളും കണ്ടതാണ്. ജനവാസ മേഖലകൾ, ഇന്ത്യയിലെ ജനങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത്, സൈനികരെയാണ് ആക്രമിക്കുന്നത്. ഒരു BSF ജവാന് വീരമൃത്യു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. ശ്രീനഗറിലും പഞ്ചാബിലും ഒക്കെ ഡ്രോണുകൾ, പഞ്ചാബും കശ്മീരും തന്നെയാണ് ഇന്നും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പാക് സൈന്യം ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ പതിച്ചത് കശ്മീരിലും പഞ്ചാബിലുമായിരുന്നു. ഷെല്ലുകൾ വർഷിച്ചതും ഇതേ സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും കശ്മീരിലും പഞ്ചാബിലുമാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരേണ്ടത് പ്രതികരണങ്ങളാണ്. പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു ഷെല്ലാക്രമണം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെയാണ്. അദ്ദേഹം